കേരള തീരം ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് കാണുകയാണ്. യുദ്ധസജ്ജരായി നിൽക്കുന്ന പടക്കപ്പലുകളും ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും കേരളത്തിൻ്റെ തീരത്ത് വട്ടമിട്ട് പറക്കുകയാണ്. കേരളം അഭിമാനത്തോടെ കാണാൻ കാത്തിരിക്കുന്ന നാവികസേനയുടെ കരുത്താണിത്. 1971 ഇന്ത്യൻ നാവികസേന കറാച്ചി തുറമുഖം തകർത്തതിൻ്റെ വിജയാഘോഷമായ നാവികസേനാ ദിനം ഇന്ന് തിരുവനന്തപുരത്തെ ശംഖുമുഖം തീരത്താണ്. പരിശീലനത്തിൻ്റെ റിഹേഴ്സലിനായി ഇതാദ്യമായി ശംഖുമുഖം തീരത്ത് നിന്ന് ഇന്ത്യയുടെ അഭിമാനമായ വിമാനവാഹിനി INS വിക്രാന്തിൽ നിന്ന് യുദ്ധവിമാനം പറന്നുയർന്നു. ഇന്നത്തെ പ്രകടനം ഈ ആവേശം ഇരട്ടിയാക്കും. വൈകിട്ട് 4-ന് തിരുവനന്തപുരത്തെത്തുന്ന സർവ്വസൈന്യാധിപ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാവികസേനാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. 4:45-ന് നേവിയുടെ ശക്തി പ്രകടനം ആരംഭിക്കും. തെരച്ചിലിനും മിസൈൽ നശീകരണത്തിനും കേമന്മാരായ INS കൊൽക്കത്തയും INS തമലും തൃശൂരും ഇംഫാലും തീരത്തേക്ക് കുതിച്ചെത്തി രാഷ്ട്രപതിക്ക് ഗൺ സല്യൂട്ട് നൽകും. As we celebrate the valor, the professionalism, the dedication and the indomitable spirit of the men and women in white who serve the Indian Navy. ശ്രീലങ്കൻ തീരത്തെ രക്ഷാദൗത്യത്തിന് ശേഷം തിരിച്ചെത്തിയ INS വിക്രാന്തിൽ നിന്ന് മിഗ് വിമാനങ്ങൾ പറന്നുയരും. കടലിന് മുകളിൽ ആദ്യം MH-60 ഹെലികോപ്റ്ററുകളും ഫൈറ്റർ ജെറ്റുകളും യുദ്ധസന്നാഹമൊരുക്കും. സീക്കിങ്ങും ഡോണിയറും സീഹോക്കും P-8Iയും ബോംബർ ജെറ്റുകളും രാഷ്ട്രപതിക്ക് മുന്നിൽ നാവികസേനയുടെ കരുത്ത് പ്രകടിപ്പിക്കും. പ്രതികൂല കാലാവസ്ഥയിലും വജ്രായുധമായ ചേതക്കും ആവേശം കടലോളമാക്കും. നാവികസേനയുടെ കരുത്തായ അന്തർവാഹിനിയും ശംഖുമുഖത്തെ പരിശീലനത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് കാണാനാകും. സന്ധ്യ മയങ്ങുന്ന നേരത്ത് നാവികസേനയുടെ ലോകം ചുറ്റുന്ന INS തരംഗിണിയും സുദർശിനിയും സുന്ദര കാഴ്ചകളായി മാറും. ഇന്ന് തിരുവനന്തപുരത്തെ ലോക്ഭവനിൽ തങ്ങുന്ന രാഷ്ട്രപതി നാളെ മടങ്ങും. ക്യാമറമാൻ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.